ഇതാണ് 9 മണിക്ക് ശേഷം മൂലേറ്റൻ ടൗണിൻ്റെ അവസ്ഥ. എന്ത് പരിതാപകരമല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ അതെ, നമ്മുടെ മൂലവട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു തട്ടുകട കേട്ടോ വിജയമ്മ ചേച്ചിയുടെ. വിജയൻ ചേച്ചി എല്ലാ ദിവസവും തട്ടുകടയുണ്ടോ? ഇടയ്ക്ക് അതെയോ? ലീവ് എടുക്കും. അതെ അല്ലേ. നമ്മൾ തട്ടുകടയിൽ എന്തൊക്കെയുള്ളത്? ദോശയുണ്ട്, കപ്പയുണ്ട്, ആ ബിരിയാണിയൊക്കെ ഇടയ്ക്ക് ഇടും. ആളില്ല. അതെ, ആള് ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് ശേഷം നമ്മുടെ ടൗണിൽ ആളില്ലല്ലോ. 9 മണിക്ക് മുമ്പേ ആളില്ല. ആളില്ല. മൂലവട്ടത്ത് ഏറ്റവും അവസാനം അടയ്ക്കുന്ന കട കേട്ടോ നമ്മുടെ ജ്യോതിച്ചേട്ടൻ്റെ കട, JP മിനി സൂപ്പർ മാർക്കറ്റ്. ഇത് രാത്രി 10 മണി വരെയാണുള്ളത്. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മൂലവട്ടത്തിൻ്റെ രാത്രികാല കാഴ്ചകൾ കാണാൻ വേണ്ടി കേട്ടോ. ഒരു 8 മണിക്ക് ശേഷമായി കഴിഞ്ഞാൽ നമ്മുടെ മൂലവറ്റം ടൗൺ ശരിക്കും ഉറങ്ങും. ആ ദയനീയമായ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ടാകും. അവിടെയുള്ള കടക്കാരോട് നമുക്ക് ഈ നാട്ടിലെ രാത്രികാല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. വിലയ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാത്രികാല മൂലവറ്റം ടൗണിൻ്റെ കാഴ്ചകളും അതുപോലെ ഈ കാണുന്നത് നമ്മൾ പകൽ എങ്ങനെയാണ് നമ്മുടെ മൂലവറ്റം ഇരിക്കുന്നത് അതിൻ്റെ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രികാല മൂലവറ്റത്തിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ ടൗണിലോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പം ഇതേ താഴെ കാണുന്ന മുസ്ലിം പള്ളി തൊട്ട് KSRTC വരെയാണ് നമ്മുടെ മൂലവറ്റം ടൗണുള്ളൂ കേട്ടോ. ഇത് സെൻട്രൽ ബാങ്കൊക്കെയാണ്. സെൻട്രൽ ബാങ്കൊക്കെ വൈകിട്ട് 5 മണിയാകുമ്പോൾ അടച്ചു പോകും. അപ്പോൾ നമുക്കിനി ബാക്കി ടൗണിലോട്ട് കാഴ്ചകളിലേക്ക് പോകാം. ഈ കെട്ടിടങ്ങളെല്ലാം അടച്ചു പോയിട്ട് അവിടെ മേളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം. ഇത് തൊടുപുഴ മൂലവറ്റം റോഡ് എന്ന ദീപം ബസ്സാണ്. ലാസ്റ്റ് ബസ്സാണ്. അത് പബ്ലോട്ട് പോവുകയാണ് പാർക്ക് ചെയ്യാനായിട്ട്. ഇത് മൂലവട്ടത്ത് പ്രവർത്തിക്കുന്ന ലോട്ടറി കടയാണ്. ഇവിടുത്തെ കടകളെല്ലാം തന്നെ വൈകിട്ടായിക്കുമ്പോഴേക്കും അടച്ചു പോകും. അവിടെ ഒരു പലചരക്കട മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാ കടകളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂലമറ്റം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1-2 കടകൾ അടയ്ക്കാനുണ്ട്. ഈ കടയൊക്കെ 10 മണിയാകുമ്പോഴേക്കുമാണ് അടയ്ക്കുന്നത് കേട്ടോ. ആൾക്കാർ സാധനങ്ങളൊക്കെ പറക്കി വെക്കുകയാണ്. മൂലവട്ടത്ത് ഏറ്റവും അവസാനം അടയ്ക്കുന്ന കട കേട്ടോ നമ്മുടെ ജ്യോതിച്ചേട്ടൻ്റെ കട, JP മിനി സൂപ്പർ മാർക്കറ്റ്. ഇത് രാത്രി 10 മണി വരെയാണുള്ളത്. ഇവിടെ നമ്മുടെ JP ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ ലാസ്റ്റ് അടയ്ക്കുന്നത് ഇവിടെ 10 മണി 10:30 വരെ ഉണ്ടാവും. 10:30 വരെ ഉണ്ടാവും അല്ലേ? അതിനുശേഷം ഇവിടെ ടൗൺ ശൂന്യം. ഇവിടെ തട്ടുകട അങ്ങനെ ഉണ്ടോ? തട്ടുകട പരിപാടികളൊന്നുമില്ല മൂലവട്ടത്ത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂറ അടിച്ചു കഴിഞ്ഞാൽ കാലിയാവൂലേ? ഈ കാണുന്ന വഴിയിലൂടെ കേട്ടോ നമ്മുടെ വീറയിലോട്ട് പോകുന്നത്. വീറ രാത്രി 9 മണി വരെ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അത് അടയ്ക്കും. അപ്പോഴേക്കും നമ്മുടെ ടൗണ് ശൂന്യമാവും. അപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിലാണ്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓട്ടോറിക്ഷകളൊന്നുമില്ല, ശൂന്യമാവും. നമ്മളിത് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് കയറി പോകാം കേട്ടോ. ഇവിടെ ബസ്സുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കൂടുതൽ ബസ്സുകളും നമ്മുടെ മൂലവറ്റം പമ്പിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം അവിടെ ബസ്സുകളിലും കിടപ്പുണ്ടോ. നമ്മൾ കുറച്ചും പോകണ്ടില്ലായിരുന്നു ലാസ്റ്റ് ബസ്, അത് പമ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നൊരു ഗുഹ പോലെ ഭാഗത്തോട്ട് കടന്നിട്ട് വേണം നമുക്ക് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ശൂന്യമാണ്. ഇവിടെ 1-2 കടകളുണ്ട്, അതൊക്കെ അടയ്ക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കടകളെല്ലാം അടച്ചിരിക്കുക കേട്ടോ. എല്ലാം നല്ല ഇരുട്ടായിരിക്കുകയാണ്. 9 മണിക്ക് ശേഷമുള്ള മൂലവറ്റം ടൗണിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ കടകളും അടച്ച് ഷട്ടറൊക്കെ ഇട്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, ഇവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ KSRTCയുടെ അവിടെയുണ്ട്. അതൊക്കെ രാത്രിയിൽ ഓട്ടോ ഓടുന്ന സ്റ്റാൻഡാണ്. ഇത് മൂലവട്ടത്ത് ഏറ്റവും അവസാനം അടയ്ക്കുന്ന കടകളിലൊന്നാണ് കേട്ടോ, നമ്മുടെ ഷാനവാസണ്ണൻ്റെ കട. അണ്ണാ നമസ്കാരം. അണ്ണൻ എപ്പോഴാണ് അടയ്ക്കുന്നത്? അതെല്ലേ. രാത്രിയിൽ പത്രപരിപാടികളാണ്, പത്രത്തിലുള്ള വാർത്തകൾ അല്ല. മൊമെൻ്റ് അതുണ്ട്. ഇവിടെ എല്ലാം മൊമെൻ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം മൊമെൻ്റോടെ പരിപാടിയുണ്ട്. പിന്നെ മനോരമയുടെ ലേഖകനാണ്. അപ്പം അടയ്ക്കുമ്പോൾ രാത്രി 2 മണിയാവും അല്ലേ? വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നടക്കട്ടെ. രാത്രിയായി പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂലമറ്റം. ഇത് നമ്മുടെ തിയേറ്ററിലോട്ട്, പഴയ തിയേറ്ററിലോട്ട് കയറിപ്പോകുന്ന വഴിയാണ്. അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അതിപ്പം ഇന്ദ്രനീല ഓഡിറ്റോറിയമാണ്. ഇവിടുത്തെ കടകളെല്ലാം അടച്ചിരിക്കുന്നത്. ഇത് വാളികുളം കട മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഈ ബാക്കിയുള്ള കടകളെല്ലാം അടച്ചു പോയിട്ടോ. ഇവിടെ 1-2 ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. ഇത് മൂലവട്ടത്ത് അടയ്ക്കുന്ന മറ്റൊരു കടയാണ് ഏറ്റവും അവസാനം അടയ്ക്കുന്നത്. എത്ര മണി അടയ്ക്കുമ്പോൾ? 10 മണി കഴിയോ? 10 മണി കഴിഞ്ഞിട്ടാണ് ഈ കട അടയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ വാളികുളം സൂപ്പർ മാർക്കറ്റ്. ഇത് പച്ചക്കറി കടയാണ്. അപ്പുറത്ത് പലചരക്ക് കാര്യങ്ങളൊക്കെ. ഇവിടെ ഇടയ്ക്ക് 1-2 സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ മാത്രമേ ഉള്ളൂ ഈ പോകുന്ന വഴിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പ് ഈ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ടൗണിലുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ അശോക് തിയേറ്ററും ജോളി തിയേറ്ററൊക്കെ അടച്ചു പോയതോടെ ഇപ്പം മലമുകളിലൊന്നും ആൾ താമസമില്ല. അതുകൊണ്ട്
ആൾക്കാർ ഇറങ്ങുന്നില്ല. അതുപോലെ ഇപ്പം തിയേറ്ററും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെ 8 മണിക്ക് ശേഷം തന്നെ എല്ലാവരും വീട്ടിൽ കയറും. അതുകൊണ്ടാണ് ഇവിടെ ഈ സമയത്തൊന്നും ആൾക്കാരില്ലാത്തത്. അപ്പോൾ അതെ നമ്മുടെ മൂലവട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു തട്ടുകട കേട്ടോ വിജയൻ ചേച്ചിയുടെ. വിജയൻ ചേച്ചി എല്ലാ ദിവസവും തട്ടുകടയുണ്ടോ? ഇടയ്ക്ക് അതെയോ? ലീവ് എടുക്കും. അതെ അല്ലേ. നമ്മൾ തട്ടുകടയിൽ എന്തൊക്കെയുള്ളത്? ദോശയുണ്ട്, കപ്പയുണ്ട്, ആ ബിരിയാണിയൊക്കെ ഇടയ്ക്കിടും. ആളില്ല. അതെ, ആള് ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് ശേഷം നമ്മുടെ ടൗണിൽ ആളില്ലല്ലോ. 9 മണിക്ക് മുമ്പേ ആളില്ല. ആളില്ല. ആ അപ്പം ഇവിടെ KSRTC ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. എത്ര മണി വരെ ഇരിക്കും? 10 മണി വരെയൊക്കെ. പിന്നെ 11 മണിയൊക്കെ ആകും. എല്ലാം പെറുക്കിയൊക്കെ വെച്ചിട്ട് പോകും. അത്രയാവും അല്ലേ? 11 നാളൊന്നും ഇല്ല. അതെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് ശേഷം ആൾക്കാർ വളരെ കുറവാണ്. പണ്ട് ആകണ്ട ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ആളില്ല. പണ്ട് തിയേറ്ററൊക്കെ ഉണ്ടായ സമയത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. പുതിയ സർക്കാർ വന്ന് പിന്നെ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ അല്ലേ. കൊറോണ കഴിഞ്ഞ് പിന്നെ ആളില്ല. ഇതാണ് നമ്മുടെ വിജയ ചേച്ചിയുടെ തട്ടുകടയിലെ കാഴ്ചകൾ കേട്ടോ. ഈ ഇവിടുത്തെ കടകളെല്ലാം അടച്ചു പോട്ടും. ഇവിടേക്ക് ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഉണ്ട്. രാത്രിയിലും അടയ്ക്കാത്ത ഒരു സ്ഥാപനമാണ് KCV കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് രാത്രിയിൽ അടയ്ക്കില്ല. KSRTCയും KCV ആണ് രാത്രിയിൽ ഇവിടെ കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തെത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ് കേട്ടോ. രാത്രിയിലൊക്കെ ഇവിടെ തിരുവനന്തപുരത്തിനൊക്കെ ബസ്സുണ്ട്. അതുകൊണ്ട് രാത്രിയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒന്നാമത് ഇരുട്ടാണ്. ലൈറ്റുകളൊക്കെ വളരെ കുറവാട്ടോ. അപ്പോൾ ഇതേ കാണുന്ന വഴി വാഗമണ്ണൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ നമ്മുടെ മൂലമറ്റം ടൗൺ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ തിരിച്ച് നടന്നു പോവുകയാണ്. മുഴുവൻ ഇരുട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും ഒരു നല്ല ഇരുളുമിച്ച ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രികാല മൂലമറ്റത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മൂലമറ്റം ടൗണിൻ്റെ രാത്രികാല കാഴ്ചകൾ കേട്ടോ. രാത്രി ഒരു മനുഷ്യൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടകളെല്ലാം 9 മണിക്ക് ശേഷം അടയ്ക്കും. ഏതാണ്ട് കുറച്ച് കടകൾ മാത്രമേ രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായ ഒരു സ്ഥലമായിട്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മൂലമറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. പകലും വലിയ രീതിയിലുള്ള വാഹനങ്ങളില്ല. എന്നാലും രാത്രിയായി കഴിഞ്ഞാൽ അത്ര പോലും ഇല്ല. നമുക്ക് റോഡിൽ നടുക്കൂടെ പോലും പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഈ മൂലമറ്റം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷം. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.